നമസ്കാരം. നമ്മുടെ ഒരു പഠിതാവിൻ്റെ ചോദ്യമാണ്, ശിവനാണോ വിഷ്ണുവിനാണോ ശക്തി കൂടുതൽ എന്ന്. പലപ്പോഴും വൈഷ്ണവന്മാരും ശൈവന്മാരുമെല്ലാം സംഘർഷത്തിലേർപ്പെട്ട ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഇപ്പം ബ്രഹ്മകുമാരീസ് എന്ന് പറയുന്ന മഹത്തായ ഒരു സംഘടന ലോകം മുഴുവൻ സനാതനധർമ്മത്തിൻ്റെ പ്രഭാവത്തെ ചൊരിയുന്ന സംഘടനയാണ്. പക്ഷെ അവർ ശിവനെയാണ് അടിസ്ഥാന കാര്യമായിട്ട് കാണുന്നത്. ഹരേ കൃഷ്ണ പ്രസ്ഥാനം ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നു. അവർ ചെയ്യുന്ന സേവനങ്ങൾക്ക് യാതൊരു കണക്കുമില്ല. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വിശേഷിച്ച് വളരെ വലുതാണ്. പക്ഷെ ശ്രീകൃഷ്ണൻ മാത്രമാണ് ആത്യന്തികമായ ശരി എന്ന ഒരു വിശ്വാസം അവരും വെച്ചു പുലർത്തുന്നു. അങ്ങനെ ശിവൻ മാത്രമാണ്, വിഷ്ണു മാത്രമാണ്, ശ്രീകൃഷ്ണൻ മാത്രമാണ്, ശ്രീരാമസേന പോലുള്ള നമ്മുടെ നാട്ടിലെ സംഘടനകൾ ശ്രീരാമൻ കഴിച്ചിട്ടേ ബാക്കി എന്തുള്ളൂ എന്ന് പറയുന്നവരാണ്. എന്നാൽ ഇതിന് ഭാരതീയ ഫിലോസഫിയുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലതാനും. എന്തുകൊണ്ടെന്നാൽ ഭാരതം ഒരിക്കലും ഓൺലിയുടെ ആളല്ല, ഓൾസോ ആണ്. നോക്കൂ, ശ്രീകൃഷ്ണനും ശ്രീരാമനും രണ്ടും മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളാണ്. മത്സ്യകൂർമ്മ വരാഹശ്ച നരസിംഹോ ഇതി വാമന രാമോ രാമരാമശ്ച കൃഷ്ണ കൽക്കി ഇതി ദേ ദശ എന്ന് പറയുമ്പോൾ ഓരോരോ കാലഘട്ടത്തിൽ എവിടെയാണോ അധർമ്മം വർദ്ധിക്കുന്നത് ആ അധർമ്മത്തെ നിഗ്രഹിച്ച് ധർമ്മത്തെ സംരക്ഷിക്കുവാൻ ഭഗവാൻ അതാത് കാലഘട്ടത്തിൽ അവതരിക്കപ്പെട്ടു വ്യത്യസ്ത രൂപത്തിൽ. ഹയഗ്രീവൻ വേദത്തെ മോഷ്ടിച്ച് സാഗരത്തിന്റെ അടിയിൽ ചെന്നൊളിച്ചപ്പോൾ ഭഗവാന് മത്സ്യമായിട്ട് അവതരിക്കേണ്ടി വന്നു. അപ്പോൾ ജീവന്റെ ആദ്യത്തെ സൃഷ്ടി നടന്നത് ജലത്തിലായതുകൊണ്ട് അവിടെ അധർമ്മമുണ്ടായി. അവിടെ തന്നെയായിരുന്നു നിഗ്രഹത്തിന്റെ ആവശ്യവും വന്നത്. അപ്പൊ ഇവിടെയാണ് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ചൈതന്യം തന്നെയാണ് ഈ മത്സ്യം മുതൽ ശ്രീകൃഷ്ണൻ വരെയുള്ള എല്ലാ പരമമായ അവതാരങ്ങളും എന്ന് നാം മനസ്സിലാക്കണം. ഇനി ലോകത്തിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ ശിവനും വിഷ്ണുവും എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് എന്ന് നോക്കുക. മഹിഷിമുഖി പറഞ്ഞു, ശിവനും വിഷ്ണുവിനും കൂടി ജനിക്കുന്ന കുട്ടിക്ക് മാത്രമേ എന്നെ കൊല്ലാൻ പറ്റൂ എന്നുള്ളത്. മഹിഷിമുഖി കരുതിയത് ശിവൻ പുരുഷനാണ്, വിഷ്ണു പുരുഷനാണ്, രണ്ടുപേരും ഒരിക്കലും കല്യാണം കഴിക്കാൻ സാധ്യതയില്ല. ഇനി അഥവാ കല്യാണം കഴിച്ചാലും കുട്ടികൾ ഉണ്ടാവില്ല. അപ്പോൾ മഹിഷിമുഖിയുടെ അക്രമം ഭൂമി മുഴുവൻ വ്യാപിക്കാൻ തുടങ്ങിയപ്പോഴാണ് മഹാവിഷ്ണുവിൽ നിന്ന്, ഭഗവാന്റെ ശക്തിയിൽ നിന്ന് മോഹിനി രൂപമുണ്ടാകുന്നു. മോഹിനി എന്നാൽ ഗർഭപാത്രമുള്ള സ്ത്രീയാണ്. ഭഗവാന്റെ ശക്തി ചൈതന്യത്തിൽ ഉണ്ടാക്കപ്പെട്ട ആ സ്ത്രീയിലേക്ക് ശിവശക്തിയിലേക്കും മണികണ്ഠൻ ഭൂജാതനാവുകയും ചെയ്തു. ഇങ്ങനെ പ്രശ്നങ്ങൾ എല്ലാ കാലത്തുമുണ്ട്. പ്രശ്നങ്ങൾക്ക് പരിഹാരവും കണ്ടെത്തിയത് ഈ ദൈവങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടായിരുന്നു, ശരിയായ ആലോചനയിലൂടെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷ്ണുവിനും ശിവനുമിടയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. എന്നാൽ വിഷ്ണുവിനെയും ശിവനെയും ശരിയായ വിധം മനസ്സിലാക്കാത്ത ആളുകൾ രണ്ടിനെയും പരസ്പരം കമ്പയർ ചെയ്യും. ഇതാണ് ശരി, ഇതാണ് കൂടുതൽ ശക്തി, ശിവനാണ് സൂപ്പർ പവർ എന്നൊക്കെ പറയുമ്പോൾ ഭഗവാന്മാർ രണ്ടുപേരും നമുക്കൊരുപോലെ പ്രധാനപ്പെട്ടതാണ്. ശ്രീകൃഷ്ണൻ കലിയുഗത്തിലാണ് ഭഗവാൻ ഉണ്ടായത് ദ്വാപര യുഗത്തിലാണ്. ഭഗവാൻ ദേഹത്തെ ഉപേക്ഷിച്ചപ്പോഴാണ് കലിയുഗം ആരംഭിക്കുന്നത്. ഇപ്പൊ കലിയുഗം 5126 വന്നു നിൽക്കുന്ന സമയത്ത് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും പ്രസക്തമായത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഉപദേശങ്ങളാണ്, ഭഗവാന്റെ മാർഗനിർദ്ദേശങ്ങളാണ് എന്ന് മനസ്സിലാക്കണം. അത് തീർച്ചയായിട്ടും അത് തന്നെയാണ്. പക്ഷെ നമ്മുടെ ഒരു വിശ്വാസം, ആകാശാത് പതിതം തോയം യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി എന്നാണ്. വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് പതിക്കുന്ന കോടാനുകോടി മഴത്തുള്ളികൾ എങ്ങനെ അരുവിയിലൂടെ നദിയിലൂടെ ഒഴുകി ഏകമാകുന്ന സാഗരത്തിൽ എത്തിച്ചേരുന്നുവോ, സർവദേവ നമസ്കാരം, നിങ്ങൾ ഏത് ദൈവത്തെ വേണമെങ്കിലും നമസ്കരിച്ചോളൂ, കേശവം പ്രതിഗച്ഛതി, ഒടുവിൽ ഏകമാകുന്ന ഈശ്വരനിലേക്ക് ചെന്നു ചേരും. അതുകൊണ്ട് ഹിന്ദുക്കളായ നമുക്ക് ഏകമാകുന്ന ഈശ്വരനും 33 കോടി ദൈവങ്ങളുമുണ്ട്. ഈ ഓരോ ദൈവങ്ങൾക്കും ദ്യോതനാത് ദൈവ, പ്രകാശിപ്പിക്കുന്നത് എന്തോ നമ്മുടെ ഉള്ളിനെ പ്രകാശിപ്പിക്കുന്ന ആത്യന്തികമായ ആ ജ്ഞാനത്തിൻ്റെ പേരാണ് ദൈവം. ആ ദ്യോതിപ്പിക്കുവാൻ കഴിവുള്ള ആ ദൈവത്തെക്കുറിച്ച് കൃത്യമായ ബോധം ഒരു ഹൈന്ദവന് ഉണ്ടായാൽ ശിവനാണോ വിഷ്ണുവിനാണോ ശക്തി എന്ന ചോദ്യത്തിന് യാതൊരു പ്രസക്തിയും ഉണ്ടാവില്ല. നമ്മുടെ ദേവന്മാർക്കിടയിൽ കലഹം നമ്മൾ കണ്ടിട്ടേയില്ല. ദേവന്മാരും അസുരന്മാരും കലഹിച്ചിട്ടുണ്ട്.
അധർമ്മികളായ അസുരന്മാരെ നിഗ്രഹിച്ച് ദേവന്മാർ ധർമ്മത്തെ പുനഃസ്ഥാപിച്ചിട്ടുമുണ്ട്. അപ്പം അവിടെയാണ് എല്ലാ ദേവന്മാരുടെയും കടമകൾ നിർവഹിക്കുന്നു. വരുണൻ സാഗരത്തിൻ്റെതാണ്, അതുപോലെ തന്നെ വായു ഭഗവാനുണ്ട്, ഭഗവാൻ ഇന്ദ്രൻ അദ്ദേഹം മഴയുടെ ദൈവമാണ്. ഇങ്ങനെ മലയ്ക്കും കടലിനും എല്ലാത്തിനും ഭൂമി മാതാവും അങ്ങനെയുള്ള ഒരു ദൈവത്തെ സങ്കല്പിച്ച് മുന്നോട്ട് പോകുന്ന മഹത്തായ ഒരു സംസ്കാരമാണ് നമ്മുടെ സനാതനധർമ്മം. ആ സനാതനധർമ്മത്തിൽ എല്ലാവർക്കും സ്ഥാനമുണ്ട് എന്നതുപോലെ നമ്മുടെ ഓരോ ദൈവങ്ങളും ഏറ്റവും മികച്ചതാണ്, ശക്തിയുള്ളതാണ്, ഏറ്റവും മുന്നോട്ട് പോകുന്നതാണ്. ആ ഭഗവാന്മാരുടെ എല്ലാവരുടെയും അനുഗ്രഹത്തെ പ്രാർത്ഥിക്കൂ. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.